നമസ്കാരം. നമ്മുടെ സജി ചെറിയാൻ മന്ത്രിയാണ്, കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. നാക്കുപിഴകൾ കൊണ്ട് പലപ്പോഴും സ്വയം കുഴിയിൽ ചാടുകയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും ഘടകകക്ഷികളെയും ഒക്കെ ആ കുഴിയിലേക്ക് വലിച്ചിടുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അടുത്ത കാലത്ത് ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ഒരു നാക്കുപിഴ അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. കാരണം എൻ്റെ പ്രസ്താവനയെ വളച്ചൊടിച്ചു. അദ്ദേഹം മാപ്പ് പറഞ്ഞു, നിരുപാധിക മാപ്പും പറഞ്ഞു. അതിന് കാരണമായ പ്രസ്താവന എന്തായിരുന്നെന്ന് എല്ലാവർക്കും അറിയാം. കാസർഗോഡും മലപ്പുറത്തുമൊക്കെ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ തന്നെ അറിയാം അതിൽ മുഴുവൻ വർഗീയതയാണ് എന്നുള്ള തരത്തിൽ. അതായത് ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കാസർഗോഡും മലപ്പുറത്തും ജയിച്ചത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് തന്നെ ആണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എതിരാളികളും സാമാന്യബോധമുള്ളവർ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് സാമാന്യബോധമുള്ളവർക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതേ തുടർന്ന് വൻ വിവാദമുണ്ടായി. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും സാധാരണഗതിയിൽ പരസ്പരം പോരടിച്ച് നിൽക്കുന്ന ഇസ്ലാമിക വിഭാഗങ്ങൾ, തമ്മിൽ കണ്ടാൽ കടിച്ചു നിൽക്കുന്ന ഏതാണ്ട് എല്ലാ ഇസ്ലാമിക വിഭാഗങ്ങളും ഒന്നിച്ച് സജി ചെറിയാനെതിരെ തിരിയുകയും പല പ്രസ്താവനകളും നടത്തുകയും അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുകയും ഒടുവിലൊരു 3 ദിവസം അദ്ദേഹം പിടിച്ചു നിന്നു. 3-ാം ദിവസം സമസ്താപരാധം പറഞ്ഞ് മാപ്പ് പറഞ്ഞു. പക്ഷേ ഇതിൽ സജി ചെറിയാൻ്റെ ഈ പ്രസ്താവനയോ അദ്ദേഹം പറഞ്ഞ മാപ്പോ അല്ല വിഷയം. ഇതിൻ്റെ ഇടയിൽ സജി ചെറിയാനെ സ്വന്തം പാർട്ടി പിന്തുണച്ചോ? ഇല്ല. ഘടകകക്ഷികൾ പിന്തുണച്ചോ? ഇല്ല. പക്ഷെ ഒരേ ഒരു വ്യക്തി മാത്രം അദ്ദേഹത്തെ പിന്തുണച്ചു. ആരായിരുന്നു? അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാൻ സാഹിബ് നമ്മുടെ കായികക്ഷേമ വകുപ്പാണ്. അദ്ദേഹം സജി ചെറിയാനെ പിന്തുണച്ചു. കാരണം മുസ്ലിം ലീഗിനെയാണ് സജി ചെറിയാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം പറഞ്ഞത് സത്യം തന്നെയാണ്. മുസ്ലിം ലീഗ് ഇസ്ലാം മതത്തിൽപ്പെട്ടവരെ മാത്രമല്ലേ അവരുടെ സ്ഥാനാർത്ഥികളായി നിർത്താറുള്ളൂ തുടങ്ങിയ പ്രസ്താവന ഏതാണ്ട് സജി ചെറിയാൻ പറഞ്ഞതിന് ഞാൻ സാക്ഷിയായി സമ്മതിച്ചുകൊണ്ട് ഒപ്പിടുന്നു എന്നുള്ള തരത്തിൽ തന്നെ അബ്ദുറഹ്മാനും പ്രസ്താവനകൾ ഇറക്കി. ഒരു മാധ്യമപ്രവർത്തകരെ കണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അത് നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ പോണ പോക്കിൽ പറഞ്ഞിട്ട് പോയി. പക്ഷേ ഇത് തന്നെയായിരുന്നു സജി ചെറിയാൻ പറയുന്ന പ്രസ്താവനയെ ഞാനിതാ സർവാത്മന പിന്തുണയ്ക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു അബ്ദുറഹ്മാൻ്റെ നിലപാട്. ഈ അബ്ദുറഹ്മാനെതിരെ ഏതെങ്കിലും മുസ്ലിം സംഘടന, എന്തിന് മുസ്ലിം ലീഗ് പോലും അബ്ദുറഹ്മാനെ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയമായി എതിർക്കുന്ന ഒരു ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണല്ലോ മുസ്ലിം ലീഗ്. അവരിൽ ആരെങ്കിലും പോലും അബ്ദുറഹ്മാനെതിരെ ഒരു വാക്കെങ്കിലും ഉച്ചരിച്ച് നിങ്ങൾ കണ്ടോ? അല്ലെങ്കിൽ കേട്ടോ? കാണില്ല, കേൾക്കില്ല. കാരണം സജി ചെറിയാൻ പറഞ്ഞതുപോലെ പേര് തന്നെയാണ് പ്രശ്നം. സജി ചെറിയാൻ, അബ്ദുറഹ്മാൻ. സജി ചെറിയാൻ ഇത് പറഞ്ഞാൽ വർഗീയത. അബ്ദുറഹ്മാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് ഉള്ളിൽ അറിയാവുന്നതുകൊണ്ട് ഞമ്മൻ്റെ ആളല്ലേ പറഞ്ഞത്, സത്യമാണ്, എന്നാലും പറയണ്ടായിരുന്നു. ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഞമ്മൻ്റെ ആൾ എന്നുള്ളൊരു ഫീല് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർ മാത്രമല്ല, കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. സജി ചെറിയാൻ പറഞ്ഞ കാര്യത്തെ പിന്തുണച്ച അബ്ദുറഹ്മാന് പ്രശ്നമില്ല, സജി ചെറിയാന് പ്രശ്നമുണ്ട്. സജി ചെറിയാൻ ആ പ്രസ്താവന പിൻവലിച്ചു. പക്ഷേ പിന്തുണച്ച അബ്ദുറഹ്മാനെക്കുറിച്ച് ഒരു വിമർശനം പോലുമില്ല. സജി ചെറിയാന് നേരെ ഉയർത്തിയ വിമർശനങ്ങളുടെ അത്രയും രൂക്ഷമായി അദ്ദേഹത്തെ വിമർശിക്കണമെന്നും ഞാൻ പറയുന്നില്ല, അബ്ദുറഹ്മാനെ വിമർശിക്കണമെന്നും ഞാൻ പറയുന്നില്ല. സജി ചെറിയാന് നേരെ ഒരു 10 വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ ഒരു വിമർശനം പോട്ടെ, ഒരു അര വിമർശനം, ഒരു 1/4 വിമർശനമെങ്കിലും ജഗതി പറഞ്ഞതുപോലെ ഒരു 5 രൂപയെങ്കിലും 2 രൂപയെങ്കിലും താഴെ, ഇത്ര ആർത്തി പാടില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു അര വിമർശനമെങ്കിലും അബ്ദുറഹ്മാന് നേരെ ഉയർത്തിയിരുന്നെങ്കിൽ സജി ചെറിയാൻ പറഞ്ഞ ഈ പേരിൽ ഒരു കാര്യവുമില്ല, വാട്ട് ഈസ് ദയർ ഇൻ എ നെയിം എന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് ചോദിക്കാമായിരുന്നു, അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദിന് ചോദിക്കാമായിരുന്നു. പക്ഷേ പേരിൽ കാര്യമുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ഇരട്ടത്താപ്പ് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് നിങ്ങൾ നിരോധിക്കപ്പെട്ട ഭീകരവാദ പ്രസ്ഥാനമായ സിമിയിലെ മുൻ പ്രവർത്തകനെ പിടിച്ച് മന്ത്രിയാക്കൂ, അത് മതനിരപേക്ഷതയാണ്. പക്ഷേ മലപ്പുറത്തും കാസർഗോഡും ഒക്കെ ഞങ്ങൾ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം സ്ഥാനാർത്ഥികളായി നിർത്തുകയും അവരെ ജയിപ്പിച്ചെടുക്കുകയും ചെയ്യും, മറ്റ് മതവിഭാഗക്കാരെ ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തോടു കൂടി തോൽപ്പിക്കുകയും ചെയ്യും. അത് വർഗീയതയാണെന്ന് പറയുവാൻ സജി ചെറിയാൻ അവകാശമില്ല. അബ്ദുറഹ്മാനും പറയില്ല സാധാരണഗതിയിൽ. ഇനി അഥവാ പറഞ്ഞു പോയാലും അബ്ദുറഹ്മാന് അദ്ദേഹത്തിൻ്റെ പേരും ആ പേര് സൂചിപ്പിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യവും നൽകുന്ന ഒരു സംരക്ഷണയുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷത. പൊളിയല്ലേ? നമസ്കാരം.